ഹായ് ഹലോ. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ക്യാരറ്റ് വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, ഈവനിങ് ആയിട്ട് കഴിക്കാം. നമുക്ക് അതിന് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ എത്ര ക്യാരറ്റ് ഉണ്ടോ അത്രയും. എൻ്റെ ഇപ്പം 4 കുഞ്ഞ് ചെറിയ ക്യാരറ്റാണ് ഉള്ളത്. നിങ്ങൾ എടുക്കുമ്പം വലിയ ക്യാരറ്റ് എടുക്കാം, ചെറുതും എടുക്കാം. ഓരോർക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ക്യാരറ്റ് എടുക്കാം. ഞാനിവിടെ എടുത്ത 4 എണ്ണം. ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ടിടാം. ക്യാരറ്റെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് തട്ടിയിടാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് വേണ്ടത് കുറച്ച് നെയ്യ്. 1 സ്പൂൺ നെയ്യായിരുന്നു. 1 സ്പൂൺ ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിക്കാം. കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് നമുക്ക് ബൗളുകളാക്കി എടുക്കാം. ബോളുകളായിട്ട് ഇനി വെള്ളമൊന്നും വേണ്ട. ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഈ ചെറിയ ചെറിയ ബൗളുകളാക്കാം നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബൗളുകളാക്കി എടുക്കാം നമുക്ക്. ബൗളുകളായിട്ട് ചെറിയ ചെറിയ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കാം. ഇതേപോലെ എല്ലാ ഇതും മാവും നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. എല്ലാം ബൗളുകളാക്കി വെച്ച് ചെറിയ ചെറിയ ബോളുകളാക്കിയൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിട്ട് കൊടുക്കുന്നത് നമ്മുടെ ബോൾസ് ഒരു നന്നായി പരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ആവശ്യത്തിനനുസരിച്ച്. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. എനിക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തേങ്ങ കൂടുതലിടാം. കുറച്ചൊന്ന് അടച്ചു വയ്ക്കാം. എല്ലാം ഒന്ന് വേവുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ചു കൊടുക്കാം. എന്നാൽ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കുന്നു.
ഇതൊക്കെ എല്ലാവരും വീടുകളിലൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ഹെൽത്തിയാണ്. രാവിലെയും ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, നമുക്ക് ഈവനിങ് ആയിട്ടും കഴിക്കാം. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ എല്ലാം വെന്തിട്ടുണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ആവിയിൽ നമ്മൾ വേവിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ റെസിപ്പീസ് അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് ചേർക്കേണ്ടത് ഗോതമ്പൊടിയും ക്യാരറ്റും കുറച്ച് തേങ്ങയും കൂടെ ചേർത്താൽ മാത്രം മതി. നല്ല എളുപ്പം തയ്യാറാക്കാം. ഒരു ഗസ്റ്റ് വന്നാലും കൊടുക്കാൻ തയ്യാറാക്കാം. നമുക്ക് രാവിലെയും കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്. ക്യാരറ്റ് നല്ല ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം. ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് ക്യാരറ്റ്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒക്കെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. 4 മണി പലഹാരമായി നമുക്ക് കഴിക്കാം. രാവിലെയും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ടും രാത്രിയിലും കഴിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണ്.